മോഷണത്തിനായി കൊല്ലാൻ പോലും മടിക്കില്ലെന്ന പേര് കേട്ട കുറുവ സംഘം ആലപ്പുഴ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങാൻ തുടങ്ങിയിട്ട് 15-16 ദിവസമാകുന്നു. ഒക്ടോബർ 29 ആദ്യ മോഷണം കുറുവയെന്ന സ്ഥിരീകരണം. അതിന് പിന്നാലെ ഉറക്കം കെട്ട ആലപ്പുഴക്കാർക്ക് ഏറ്റവും ആശ്വാസകരമായ വാർത്ത വരുന്ന മണിക്കൂറാണ്. കുറുവ സംഘം എന്ന് സംശയിക്കുന്ന 2 പേരെ കുണ്ടന്നൂരിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്ത വാർത്ത. ഇതിനപ്പുറത്തേക്ക് കസ്റ്റഡിയിലെടുത്ത പ്രതികളിൽ ഒരാൾ രക്ഷപ്പെടുന്നു. മണിക്കൂറുകൾ നീണ്ട തെരച്ചിൽ. പോലീസ് എത്തുന്നു, ഫയർഫോഴ്സ് എത്തുന്നു. അങ്ങനെ കുണ്ടന്നൂരിലെ ചതുപ്പ് നിലയത്തിൽ നിന്ന് ഇരുട്ടിന്റെ മറപിടിച്ചൊളിച്ചിരുന്ന പ്രതിയെ സന്തോഷ് സെൽവത്തെ പോലീസ് പൊക്കിയിരിക്കുന്നു. അങ്ങനെ മണികണ്ഠൻ, സന്തോഷ് എന്നിങ്ങനെ 2 പേരെ കുണ്ടന്നൂരിൽ നിന്ന് കുറുവാ സംഘം എന്ന സംശയത്തിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇവരെ മണ്ണഞ്ചേരി പോലീസാണ്, ആലപ്പുഴയിലെ മണ്ണഞ്ചേരി പോലീസാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇവരെ ഉടൻ തന്നെ ആലപ്പുഴയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്ത് കുറുവാ സംഘം എന്ന സ്ഥിരീകരണം ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് എവിടേക്ക് മോഷണം നടത്തി, ഇനി കൂടുതൽ സംഘമുണ്ടോ, മറ്റു ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചു, അങ്ങനെ ആകാംക്ഷയുടെ മുൾമുള്ളിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടി ഇവരിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ അമൽ സുരേന്ദ്രൻ കുണ്ടന്നൂരിൽ ചെയ്യുന്നു. അമൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിർണായക വിവരം ലഭിക്കാതെ ആലപ്പുഴ മണ്ണഞ്ചേരിയിലെ പോലീസ് ഒരിക്കലും കുണ്ടന്നൂരിലേക്ക് വരാൻ സാധ്യതയില്ല. ഇന്നലെ തന്നെ പോലീസിന് നിഗമനമുണ്ടായിരുന്നു, ആലപ്പുഴയിൽ മോഷണം നടത്തുന്നു, രാത്രി ട്രെയിനിലോ ബസ്സുകളിലോ ആയി അവർ തിരിച്ച് എറണാകുളത്തേക്ക് എത്തുന്നു. അതോടെ അവർ ആലപ്പുഴ ജില്ലയിൽ നിന്ന് അപ്രത്യക്ഷരാകുന്നു. പിന്നീട് പിറ്റേന്ന് രാത്രി സമാനമായി ആലപ്പുഴയിലേക്ക് വരുന്നു. അങ്ങനെ ജില്ല മാറിക്കളിക്കുന്നത് പോലീസിന് വലിയ പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ ഒടുക്കം കുണ്ടന്നൂരിലുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം കുണ്ടന്നൂരിലെത്തി 2 പേരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇവർ കുണ്ടന്നൂരിൽ എന്തിന്റെ മറവിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്? അവർ പകൽ സമയത്ത് എന്തെങ്കിലും ജോലി ചെയ്തിരുന്നോ? ഇവരുടെ കൂടെ മറ്റു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു? അതുമായി സംബന്ധിച്ച് അവരുടെ ഹൈഡൌട്ട്, അതായത് ഒളിത്താവളുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹേൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഈ പ്രതികളിലേക്ക് എത്തിപ്പെടുവാൻ പോലീസിനുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആലപ്പുഴയിൽ മോഷണം നടത്തി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് പിന്നീട് ജില്ല മാറിപ്പോകുന്ന ഒരു മോഡസ് ഓപ്പറാൻഡി ആയിരുന്നു ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അത് തന്നെയായിരുന്നു പ്രതികളിലേക്ക് എത്തിപ്പെടുവാൻ പോലീസ് നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. കുണ്ടന്നൂരിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത കുണ്ടന്നൂർ പാലത്തിന് താഴെയുള്ള ഒരു സ്ഥലത്ത്, അതായത് മീൻപിടുത്ത ജോലികളുമായിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധിയായ ആളുകൾ എത്താറുള്ളതാണ്, നമുക്കറിയാം. അത്തരം ആളുകളോടൊപ്പം ചേർന്നുകൊണ്ട് അവരിൽ ഒരാളായി നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ ഒരു കുടിൽ കെട്ടി ആ കുടിലിനുള്ളിൽ താമസിക്കുന്ന രീതിയായിരുന്നു ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. നായ്ക്കുറവ വിഭാഗത്തിൽപ്പെട്ട ഈ പ്രതികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന മോഷണം ഉപജീവന മാർഗമാക്കിയ ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന, അതായത് ഒരു മനുഷ്യന് നേരെ നിൽക്കാൻ പോലും സാധിക്കാത്ത ഈ കുടിലിനുള്ളിലാണ് ആ പ്രതി ഇത്രയും നാൾ പോലീസിനെ ഒന്നാകെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒളിച്ചു താമസിച്ചിരുന്നത്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആശ്ചര്യം തോന്നും, എങ്ങനെയാണ് ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരു സ്ഥലത്ത് ജീവിക്കാൻ കഴിയുക? അത് വെറുതെ അങ്ങ് ജീവിക്കുകയായിരുന്നില്ല സുഹേൽ. ഇത് കണ്ടില്ലേ, ഈ കുഴി പോലെ ഇത്രമാത്രം കുഴിച്ച് സ്വന്തം ശരീരം ഈ കുഴിക്കുള്ളിൽ ഒരു ജീവിയെ പോലെ ഉരുട്ടി ചേർത്ത് വെച്ചുകൊണ്ട് ആ കുഴിക്ക് മേലെ കിടന്നുകൊണ്ട് അതിനു മേലെ കുറെ ഷീറ്റുകൾ വാരി പുതച്ചുകൊണ്ട് പുറമേ നിന്ന് ഏതെങ്കിലും ഒരാൾ ഈ ഒളി സങ്കേതത്തിൽ എത്തിയാൽ ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ ഈ കുഴിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു രീതിയായിരുന്നു പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഈ പ്രതിയെ ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിന് പിന്നിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയൊരു ഭഗീരഥ പ്രയത്നം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചകളെയും മറച്ചുവെക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ഒരു അപകടകരമായ രീതിയിൽ മോഷണ ശ്രമങ്ങൾ നടത്തുന്ന ഒരു പ്രതിയിലേക്ക് അല്ലെങ്കിൽ പ്രതിയെ പിടിക്കുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ വളരെ ചെറിയൊരു ഫോഴ്സുമായിട്ട് മാത്രമാണ് പോലീസിന് ഇവിടേക്ക് എത്താൻ സാധിച്ചത്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മറയ്ക്കാൻ പറ്റാത്ത ഒരു വീഴ്ചയാണ്. അതിനെ തുടർന്നാണ് വനിതാ പോലീസുകാർ ഇല്ലായിരുന്നു എന്ന കാരണത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പോലീസിന് പ്രതിയെ തങ്ങളുടെ കയ്യിൽ നിന്നും വഴുക്കി വിടുവാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പ്രതി ഈ കാട്ടിലും ജലപ്രദേശങ്ങളിലുമായിട്ട് ഒളിവ് പാർക്കുന്നു. ആ പ്രതിയിലേക്ക് 4 മണിക്കൂറിനുള്ളിൽ പോലീസിന് എത്താൻ സാധിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഫയർഫോഴ്സിന്റെ ഭാഗമായിട്ടുള്ള സഹായങ്ങളൊക്കെ പ്രതിയെ പിടിക്കുന്നതിലേക്ക് പോലീസിനുണ്ടായി. പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെയാണ് കുണ്ടന്നൂരിലെ പാലത്തിന് കീഴിൽ ഈ വലിയ കാട്ടിൽ ഇരുട്ടിന്റെ മറ പറ്റിയിരിക്കുന്ന പ്രതിയിലേക്ക് എത്തിപ്പെടുവാൻ, ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് എത്തിപ്പെടുവാൻ പോലീസിന് സഹായിച്ചത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്നതാണ്. സുഹേൽ, നമ്മൾ കണ്ടതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീൻപിടുത്തം
ഉപജീവനമാക്കിയ നാടോടി വിഭാഗത്തോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ പ്രതി ഇവിടെ ഒളിവ് പാർത്തിരുന്നത്. അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കൊച്ചിയിലൊക്കെ ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. അവരെക്കുറിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തുവാൻ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഡേറ്റാ ബാങ്ക് സൂക്ഷിക്കുവാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോഴും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുറുവാ സംഘങ്ങളുടെ ആക്രമണങ്ങൾ കൂടി വരുന്നതെന്ന് ഒരു വേള നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. സുഹേൽ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പ്രതിയിലേക്ക് എത്തിപ്പെടുവാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളെ അതോടൊപ്പം തന്നെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഇടപെട്ട ആളുകളുമായിട്ട് പോലീസ് ഇതിനോടകം ബന്ധപ്പെടുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് ഈ സന്തോഷ് ശെൽവനിലേക്കും മണികണ്ഠനിലേക്കും അവരെ രക്ഷിക്കുവാൻ വായും കരയും മുറുക്കി ഇറങ്ങിയ സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും ഒക്കെ പോലീസിലേക്ക് എത്തുവാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പ്രയത്നങ്ങൾ പറയുമ്പോൾ തന്നെ പോലീസിനെ പറ്റിയ കോട്ടങ്ങളും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. സുഹേൽ, ശരി, അമൽ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കസ്റ്റഡിയിൽ നിന്ന് ചാടിപ്പോയ കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടു എന്ന് സംശയിക്കുന്ന സന്തോഷ് സെൽവത്തെയാണ് സാഹസികമായി പോലീസ് പിടികൂടിയിരിക്കുന്നത്. നാടകീയമായ മണിക്കൂറുകൾ, അതിനൊടുവിൽ പോലീസിന്റെ നിർണായകമായ നീക്കം. ഇപ്പോൾ തമിഴ്നാട് സ്വദേശിയെ വലയിലാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ ഉത്തരം തേടാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ മണിക്കൂറിൽ ഉണ്ടാവുന്നത്. ഏറ്റവും പ്രധാനം കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണോ ഇയാൾ എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് അല്പസമയത്തിനകം തന്നെ കടക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആലപ്പുഴയിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവുക. പക്ഷേ ഒരാൾ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അയാളിൽ നിന്ന് ഇതിനോടകം പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറുവാ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾക്ക്, ചില മോഷണ ശ്രമങ്ങളുടെയൊക്കെ ചുരുളഴിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. സന്തോഷിനെ ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുകയാണ്. മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് സന്തോഷ് സെൽവത്തെ പിടികൂടിയിരിക്കുന്നത്. കസ്റ്റഡിയിൽ നിന്നാണ് കൈവിലങ്ങുമായി ഇയാൾ രക്ഷപ്പെടുന്ന നിലയുണ്ടായത്, ഇയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന നിലയുണ്ടായത്. അതിനുശേഷം പോലീസ് നടത്തിയ തെരച്ചിൽ ഇപ്പോൾ ഈ തമിഴ്നാട് സ്വദേശിയായ സന്തോഷ് സെൽവം പിടിയിലായിരിക്കുകയാണ്.